എനിക്ക് തോന്നുന്നു ഉത്സവങ്ങളെ, ആഘോഷങ്ങളെ ഇത്രമാത്രം കൊണ്ടാടുന്ന ഒരു ജനത അത് തൃശ്ശൂരുകാർ തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. അവരുടെ ഏത് ആഘോഷവും ഏത് ഉത്സവവും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അത് കണ്ടാസ്വദിക്കുകയാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും ഒരുപോലെ എത്തിച്ചേരുന്ന ഒരു ജില്ല എന്ന് പറയുന്നതും തൃശ്ശൂരാണ് ആഘോഷവേളകളിൽ. ഷിനോജ് ഉണ്ട്. ഷിനോജ്, ഇതാ ആ മൊമെന്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതായത് നമ്മൾ കാത്തിരുന്ന നിമിഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 9 ദേശത്തിൽ നിന്നുള്ള 459 പുലികൾ ഇങ്ങനെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്ന ആ മുഹൂർത്തത്തിലേക്ക്, ആവേശത്തിന്റെ മൂർധന്യത്തിലേക്ക്, പാരമ്യത്തിലേക്ക് നമ്മളിതാ എത്തിക്കഴിഞ്ഞു. ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് നോക്കുക. എത്രമാത്രം ആളുകളാണ് അവിടെ ചുറ്റും ചേർന്നിരിക്കുന്നത്. ശ്യാമപ്രസാദ് ഉണ്ട്. ശ്യാം ഉണ്ടായിരുന്നത് വിയൂർ ദേശത്തിനൊപ്പമാണ്. വിയൂർ ദേശത്തിനും ഏറെ പെരുമയുള്ള ദേശമാണ് ഈ പുലിക്കളിയുടെ കാര്യത്തിൽ. നിങ്ങൾ ചുവട് വെച്ച് എത്ര എത്തി, ഇനി എത്ര ചുവടുണ്ട്? തീർച്ചയായിട്ടും അങ്ങനെ അവർ വിയൂർ ദേശം അവരുടെ ചുവടുകൾ ഇങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അവർ മത്സരത്തിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവരുടെ മുമ്പിൽ മികച്ച താളം, മികച്ച ചുവട് ഇങ്ങോട്ടേക്ക് അവതരിപ്പിക്കുക എന്നതാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷത്തെ വിജയികളാണ്. അവരെ സംബന്ധിച്ച് ഇക്കുറിയും ആ കപ്പ് നിലനിർത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ ഒത്തൊരുമയോടുകൂടി അവർ ഈ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ഈ റൗണ്ടിൽ കാണാൻ കഴിയുക ഒരുമയോടെ ചുവട് വയ്ക്കുന്ന വ്യത്യസ്ത ചുവടുകൾ സസ്പെൻസുകളാക്കി വെച്ചിരിക്കുന്ന ആ വിയൂർ ദേശത്തിന്റെ പുലിക്കളി ഇതാ തുടങ്ങുകയായി. കൊട്ട് അവിടെ നിന്നും മുറുകിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ ഒരേ താളത്തിൽ വ്യത്യസ്തമായ ചുവടുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ആ ചുവടുകളിലാണ് അവരുടെ സസ്പെൻസ് ഇരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവരുടെ പാദുകങ്ങളിൽ പോലും വ്യത്യസ്തതയുണ്ട്. അതോടൊപ്പം തന്നെ വിയൂർ ദേശം തന്നെയാണ് പുലികളിയിൽ ആദ്യമായിട്ട് പുലിവാൽ ഇറക്കിയതും. അത്തരത്തിൽ വ്യത്യസ്തമായ പുലിവാലുകൾ, വ്യത്യസ്തമായ പുലികൾ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇക്കുറിയും വിയൂർ ദേശം ഇറങ്ങുന്നത്. എന്തായാലും അവർക്ക് ഇക്കുറിയും കപ്പ് സ്വന്തമാക്കേണ്ടതുണ്ട്. നിലവിലുള്ള കപ്പ് അത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ആ കപ്പ് അവർ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇനി അവർ അങ്കത്തട്ടിലാണ്. അങ്കത്തട്ടിൽ ഓരോ പുലികളും ഓരോ ചുവടുകൾ വെക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. ഇതാ ആദ്യം തേങ്ങയുടച്ച ആ ഫ്ലൂറസൻ പുലിയിൽ നിന്ന് തുടങ്ങുന്നു. അവർ ഒരുമിച്ച് കൈപിടിച്ചതാ ആ താളത്തിലേക്ക് അവർ കടക്കുകയാണ്. ഇനി താളം മുറുകുന്നതനുസരിച്ച് അവരുടെ ചുവടുകൾക്ക് മാറ്റമുണ്ടാവും. ആ ചുവടുകളിലെ മാറ്റത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ അവർ കാണിക്കും. ആ അത്ഭുതങ്ങളിലാണ് അവരുടെ പ്രതീക്ഷ. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷത്തെ ആ കപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ ചുവടുവെപ്പും താളവും അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വിയൂർ ദേശം വീണ്ടും വിയൂർ ദേശം കപ്പടിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ നീങ്ങുകയാണ്. എന്തായാലും ആ വിയൂർ ദേശത്തിന്റെ ആ ഒരു മത്സരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ ആ പോരാട്ടത്തിലാണ്. ഇനി അവർ നടന്ന് ഒരേ താളത്തിൽ നടന്ന് നീങ്ങുന്ന കാഴ്ച, ആ മനോഹരമായ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കപ്പ് കയ്യിലുള്ളവരാണ് ഇത്തവണത്തെ നിലവിലെ ജേതാക്കളാണ്. അവർക്ക് ആ വിജയം നിലനിർത്തേണ്ടതുണ്ട്. അത് മറ്റെവിടെയും വിട്ടുകൊടുക്കാതെ അവരുടെ കയ്യിൽ തന്നെ, അവരുടെ പുലിമടയിൽ തന്നെ ആ കപ്പ് അത് കാത്തുവെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ ചുവടും അത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ്. ഒന്നു പിഴയ്ക്കാതെ ഒരുമിച്ച് അവർ മുന്നോട്ട് നീങ്ങുകയാണ്. ഇതാ നമ്മളിപ്പോൾ കാണുന്ന അയ്യന്തോൾ ദേശത്തിനെ ആയിരിക്കണം. അവർക്കാണ് ഒരു കരിമ്പുലി മാത്രം കൂട്ടത്തിലുള്ള നിറയെ പുലികളുള്ള ഗ്രൂപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ദേശമെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പല ദേശക്കാരിതാ എത്തുകയാണ്. ഇനി ഇവർ ഓരോരുത്തരും ഒന്നിനു പുറകെ ഒന്നായി 9 ദേശക്കാരും സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ, അവിടേക്ക് എത്തുമ്പോഴുള്ള കാഴ്ചയാണ് ഏറ്റവും അതിമനോഹരം എന്ന് പറയുന്നത്. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. മന്ത്രി രാജൻ, അതിനെ കളക്ടർ അർജുൻ പാണ്ഡ്യ ഉൾപ്പെടെയുള്ള ആളുകൾ, മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അത് ഒരിടത്ത് നടക്കുന്നു. ആവേശമാണ്. കഴിഞ്ഞ തവണ കണ്ടെത്തിയതിനേക്കാൾ അതിമനോഹരമാണ് ഇത്തവണ എന്നുള്ളതാണ് മന്ത്രി നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞത്. അവിടെയുള്ള സംഘാടകരും അവകാശപ്പെടുന്നത് അങ്ങനെയാണ്. ഓരോ തവണയും പുതിയത് ആളുകൾക്ക് പുതുതായി നൽകുന്നൊന്ന്, കൗതുകം ജനിപ്പിക്കുന്നൊന്ന്. അതാ ആർപ്പോ വിളിച്ചുകൊണ്ട് ഈ പുലിക്കളിയുടെ ആവേശത്തിനൊപ്പം അവിടുത്തെ ജനപ്രതിനിധികളും ഭരണാധികാരികളും അവരും ഒത്തുചേരുകയാണ്. അതിമനോഹരമായിട്ടുള്ള ആവേശ കാഴ്ചയാണ്. അവർക്ക് ചുറ്റും ഇതാ പുലികളും റൗണ്ട് ചെയ്യുന്നു, പുലികളും ചുറ്റുന്നു. അങ്ങനെ വളരെ ആവേശകരമായിട്ടുള്ള വർണ്ണ വിസ്മയത്തിന്, താളമേള വാദ്യങ്ങളോട് കൂടിയിട്ടുള്ള വർണ്ണ വിസ്മയത്തിലാണ് തൃശ്ശൂർ നഗരി സാക്ഷ്യം വഹിക്കുന്നത്. വരയൻ പുലിയുണ്ട്, പച്ചപ്പുലിയുണ്ട്, മഞ്ഞപ്പുലിയുണ്ട്, പിങ്ക് പുലിയുണ്ട്, എല്ലാ തരത്തിലുള്ള പുലികളുമുണ്ട്. അങ്ങനെ ആഘോഷമാണ്, വൈബാണ്, പൊള്ളി മൂടാണ് തൃശ്ശൂരിൽ. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിതാ തൃശ്ശൂർ നഗരിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുലിച്ചുവടുകളുമായി പുലികൾ ഇങ്ങനെ
സുരാജ് റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 9 ദേശക്കാരുണ്ട്. അവർ 9 ദേശത്തിൽ നിന്നുള്ള 459 പുലികൾ. അതിൽ ആബാലവൃദ്ധമെന്ന് നമുക്ക് പറയത്തക്ക വണ്ണത്തിൽ കുഞ്ഞിക്കുട്ടികൾ മുതൽ പ്രായമേറിയ ആളുകൾ, 90 വയസ്സ് കഴിഞ്ഞ 95 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾ വരെ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയ പ്രേക്ഷകരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പുലിക്കളിക്ക് ഒരു നാട് നൽകുന്ന സ്വീകാര്യത അവരെത്രമാത്രം അവരുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. അതുകൊണ്ടാണ് ഈ പുലിക്കളി അതിനെ മറ്റു ജില്ലക്കാരാണെങ്കിലും മറ്റു സംസ്ഥാനത്തുള്ളവരാണെങ്കിലും മറ്റു രാജ്യക്കാരാണെങ്കിലും ഒക്കെ ഏറ്റെടുക്കുകയും അത് കാണാൻ വേണ്ടി ഈ 4ാം ഓണത്തിന്റെ ദിവസം തൃശൂർ നഗരിയിലേക്ക് എത്തുകയും ചെയ്യുന്നത് അയ്യന്തോളിന്റെ വാഹനം. ഇതുവരെ ഇറക്കിയിട്ടുള്ള ടാബ്ലോകളിൽ ഏറ്റവും വലുതെന്ന് അയ്യന്തോൾ ദേശക്കാർ അവകാശപ്പെടുന്ന അവരുടെ ടാബ്ലോയാണ്, പുലിവണ്ടിയാണ് നമ്മൾ കണ്ടത്.